കഴിഞ്ഞ മാസം 23-നാണ് സംഭവം. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. ജോലി ചെയ്യുന്ന വീട്ടിലെ വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ചെന്നായിരുന്നു കുറ്റം. താൻ മാല എടുത്തിട്ടില്ലെന്ന് പോലീസുകാരുടെ കാല് പിടിച്ചു പറഞ്ഞു. പക്ഷേ കേട്ടില്ല. കസ്റ്റഡിയെടുത്ത കാര്യം വീട്ടിലും അറിയിച്ചില്ല. പ്രസാദ് എന്ന് പറയുന്ന ആ പോലീസുകാരന് ഇവര് മൂന്നുപേരാണ് ഭയങ്കരമായിട്ട് മാല വീണ്ടെടുക്കാൻ ബിന്ദുവുമായി പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് കസ്റ്റഡിയിലാണെന്ന കാര്യം വീട്ടുകാർ അറിയുന്നത്. തിരികെ സ്റ്റേഷനിലെത്തിച്ച ബിന്ദു വെള്ളം ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ: വെളുപ്പിന് 3:30 വരെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. വെള്ളം ദാഹിച്ചപ്പോൾ പറഞ്ഞ ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. രാത്രി മുഴുവൻ വളഞ്ഞിട്ടുള്ള ചോദ്യം ചെയ്യൽ ബിന്ദുവിന് സഹിക്കേണ്ടി വന്നു. രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചതോടെയാണ് ബിന്ദുവിനെ വിട്ടയക്കുന്നത്. ഈ SI പ്രസാദ് എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു ഒരു കാര്യം പറയണമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് സാറെന്ന് വെച്ചപ്പം പറഞ്ഞു ഈ കബഡിയാറോ ഈ അമ്പലമുക്കോ ഭാഗത്ത് എന്നെ കണ്ടുപോകരുത്, നാട് വിട്ടു പൊക്കോണമെന്നാണ് ലാസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞു. സ്റ്റേഷനിലെ അതിക്രമത്തിനെതിരെ ബിന്ദു സംസ്ഥാന പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്.